പെഗാസസ് ഫോൺ ചോർത്തലിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകും. ഫോൺ ചോർത്തലിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറുപടി പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചാകും പ്രതിപക്ഷ പ്രതിഷേധം. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ എളമരം കരീമിന്റെയും ലോക്സഭയിൽ AM ആരിഫിന്റെയും അടിയന്തര പ്രമേയ നോട്ടീസ്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഇന്നും ഇത്തരത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാൻ ഒരു സാധ്യതയുമില്ല. പ്രതിപക്ഷം കടുത്ത വിമർശനങ്ങളുമായി ഇന്നും സഭയിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും കടുത്ത പ്രതിഷേധം ഉയർത്താനാണ് സാധ്യത. എന്തെല്ലാമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? നിലവിലത്തെ സാഹചര്യത്തിൽ BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം അല്പമൊക്കെ ചേർന്നിട്ട് ഈ പാർലമെന്ററി പാർട്ടി യോഗം പ്രധാനമന്ത്രിയുടെ നിലപാട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ വിവാദങ്ങൾ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ദുഷ്പ്രചരണമാണ്. ഇത്തരത്തിലായിരിക്കും, അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിൽ തന്നെയായിരിക്കും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം, ഒരു പ്രതിരോധം BJPയുടെ ഭാഗത്തു നിന്ന് ഇന്ന് സഭയിൽ ഉണ്ടാകുക എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിലവിൽ പ്രതിപക്ഷ പാർട്ടികളും യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ശക്തമായി തന്നെ വിഷയം സഭയിൽ ഉന്നയിക്കാനായിട്ട് ഒരു തീരുമാനം ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും കൈക്കൊണ്ടിരിക്കുന്നു. ഇതോടുകൂടി ഇന്ന് അല്പസമയത്തിനകം തന്നെ സഭ ആരംഭിക്കുമ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇരു സഭകളിലും അരങ്ങേറും എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പെഗാസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2 ദിവസമായി തന്നെ വലിയ തലത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പെഗാസസ് സോഫ്റ്റ്വെയർ NSOയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകണം എന്ന ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നത്. ഈ ഒരു ആവശ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ നോട്ടീസുകൾ നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ സഭ നടപടികൾ ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലോക്സഭ നടപടി ആരംഭിക്കുന്നു. ലോക്സഭ സ്പീക്കർ ഓം ബിർള ചേംബറിലേക്ക് എത്തിയിട്ടുണ്ട്. അംഗങ്ങളൊക്കെ തന്നെ ഒരു പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. അംഗങ്ങൾ എണീറ്റ് നിന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ സഭയിൽ. വിഷ്ണു, ലോക്സഭാ നടപടികളും രാജ്യസഭാ നടപടികളും ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ അമിത്ഷായും അതുപോലെ ഇന്ന് പ്രധാനമന്ത്രിയും ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ കുൽസിത നീക്കം രാജ്യത്തെ വികസനത്തെ തടയാനുള്ള ശ്രമം എന്നാണ് പറഞ്ഞത്. വിഷ്ണു, നമുക്ക് ലോക്സഭാ നടപടികളിലേക്ക് തന്നെ പോകാമെന്ന് കരുതുന്നു. വിഷ്ണു, നമുക്ക് ലോക്സഭാ നടപടികളിലേക്ക് തന്നെ പോകാം. गलत परंपराओं को डालने की कोशिश मत कीजिए सदन में। आप सीनियर नेता नोटिस दीजिए, मैं आपका जवाब दिलाऊंगा। आप सरकार ने कल स्टेटमेंट दिया था पूरे तरीके से। उत्तर सभा पटल पर रख दिया गया। माननीय सदस्य, आधुनिक कृषि को आय की वृद्धि के हेतु FPO का गठन करने की व्यवस्था रखी है। मेरा सुझाव है और मैं मानना चाहती हूँ कि क्या सरकार FPO में महिलाओं की भागीदारी को सुनिश्चित करेगी और साथ ही इसकी संख्या को 150 मिनिमम करने के लिए क्या प्रयास करेगी? माननीय अध्यक्ष महोदय जी, जैसा कि माननीय सदस्य जी ने प्रश्न पूछा कि FPO के गठन के बारे में, जो FPO का गठन किया जाता है उसमें पहले इसकी संख्या 1000 हुआ करती थी, लेकिन अब उसकी संख्या 300 कर दी है कम से कम उसके रजिस्ट्रेशन के लिए। और इसके साथ ही अगर हिल स्टेशन है तो वहाँ पर कम से कम 100 सदस्य होना ज़रूरी है। और इसके साथ ही इसके अंदर विशेषकर इस समय जैसा कि माननीय सदस्य ने कहा है कि इसकी संख्या 150 तक हो, तो मेरा इसमें ये कहना है कि ये एक समूह है और इसमें किसानों की, इसमें जैसा मैं सदस्य ने कहा कि महिलाओं की भागीदारी हो, तो महिलाओं की भागीदारी, इसमें महिला भी सदस्य बन सकती है और आदमी भी इसमें सदस्य बन सकता है, तो इसमें दोनों को छूट है। लेकिन इसके साथ ही जो इन्होंने 150 की संख्या का कहा है, तो इसमें जब जितना बड़ा ग्रुप बनेगा, जैसा कि डेयरी का उदाहरण हमारे सामने है, जितने किसानों की अधिक संख्या होगी उतना वो अपना अधिक बड़ा समूह बना पाएंगे और उसकी वजह से वो फूड प्रोसेसिंग यूनिट लगाएंगे,
या अपना प्रोडक्ट है उसकी पैकिंग करके और मार्केटिंग करेंगे तो अधिक ग्रुप होगा तो अपने प्रोडक्ट को वहाँ पर ला कर रख सकेंगे। तो इससे मैं सोचता हूँ कि निश्चित रूप से किसानों को लाभ होगा कि अधिक ग्रुप होगा, उससे उनको ज़्यादा लाभ होगा। तो मैं सोचता हूँ कि इसके ऊपर हिल स्टेशन में 100 की संख्या है और बाकी जगह पर है तो इसको 300 कम से कम सदस्य का प्रावधान रखा गया है। सदन में तख्तियां लाना हमारे नियम प्रक्रिया के तहत उचित नहीं है। मैं फिर आपसे आग्रह कर रहा हूं कि सरकार हर मुद्दे पर जवाब देने को तैयार है। आप सीट पर जाकर बैठिए, मैं हर मुद्दे पर आपका बहस कराऊंगा, जवाब देंगे। I agree with you totally. There is a need for 267. I have been there in the House and I understand, and there is a problem of national security. Something serious happened. You have to suspend the business and then take up that matter, provided if the chairman goes through the notice and then admits it. The member has got every right to bring to my notice. If 15 people today, 17 people yesterday, they give notice under 267 on variety of issues. Some of them are ongoing for long, and some of them were totally discussed earlier. What is the way for the chairman to admit 15 267s or 17 267s and then take the house forward? There is a 0 hour, which today, a 0 hour, all 0 hour notices are given by you, and some of them have been admitted. And you should give opportunity to those people to have their 0 hour submission. That is more important. Then at the end of it, what are the notices I received, by whom? I will read it over also and give my own judgment. So till such time, one must bear with the chair in the larger interest of the House and the system, and then wait for the turn to come. What is Vesaredi? After 0 hour, national interest is, everybody knows. National interest is nation's interest, including state's interest also. Please. No argument, no argument. It is between you and the government separately. Yeah, 0 hour. Papers to be laid on the table, Sri V. Muralidharan. Papers to be laid. Papers to be laid. Please. Papers to be laid on the table. Respected Chairman, sir, with your permission, I lay on the table of the House the papers listed against my name in today's revised list of businesses. The reports of the Committee on Public Accounts, Sri Bhuvanesh Karita. Please, it is papers to be laid on the table of the House. Please bear with us. That has been the practice. Versions of the reports, numbers 36, 37 and 38 of the Public Accounts Committee 2021-22 as listed against my name in the today's list. The House is adjourned to meet at 12 o'clock because some people have decided not to allow the House. ലോക്സഭയും രാജ്യസഭയും കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും നിർത്തിവച്ചിരിക്കുന്നതാണ്. ലോക്സഭ 2 മണിവരെയാണ് നിർത്തിവച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്നും ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഷ്ണു, ഇപ്പോൾ രാജ്യസഭയും ലോക്സഭയും പിരിച്ചിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധ സഭകളിലും അരങ്ങേറിയതിനെ തുടർന്ന് തന്നെയാണ് 2 സഭകളും പിരിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ലോക്സഭയിൽ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അരങ്ങേറുകയും ലോക്സഭ ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ഈ ഒരു പെഗാസസ് വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നടത്തുകയും ലോക്സഭ 2 മണിവരെ പിരിയുകയും ചെയ്തു. അതിനുശേഷം രാജ്യസഭയിലേക്ക് നോക്കുകയാണെങ്കിൽ രാജ്യസഭയിൽ ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം അരങ്ങേറിയതിനെ തുടർന്ന് രാജ്യസഭ അധ്യക്ഷൻ വെങ്കയ്യ നായിഡുവിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു വിമർശനം പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ ഉണ്ടാവുകയും ചെയ്തു. രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു പ്രതിപക്ഷ അംഗങ്ങളോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഈ സഭ നിർത്തിവെക്കുകയാണോ നിങ്ങൾക്ക് വേണ്ടത്? അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, പക്ഷേ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നിങ്ങളുടെ ഇത്തരമൊരു പ്രവൃത്തി എന്നൊരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു പ്രതിപക്ഷ അംഗങ്ങളോട് പറഞ്ഞത്. പക്ഷേ അതിനുശേഷവും
ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം സഭയിൽ അരങ്ങേറിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സഭകൾ തിരിച്ചിരിക്കുന്നത്. ലോക്സഭ 2 മണി വരെയും രാജ്യസഭ 12 മണി വരെയും 12 മണി വരെയുമാണ് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. നീലിമ, വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി വരാനുള്ളത്, വൈകുന്നേരം പ്രധാനമന്ത്രി കോവിഡ് വിഷയത്തിൽ ഒരു പാർലമെന്റിലെ എംപിമാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്, കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കണമോ എന്നുള്ള കാര്യം 2 മണിക്ക് പ്രതിപക്ഷം തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത്. അതിന്റെ വിവരങ്ങൾ എന്തെല്ലാമാണ്? പ്രതിപക്ഷം എന്ത് നിലപാടാകും ഈ യോഗത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുക? നീലിമ, ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് പ്രധാനമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഈ യോഗത്തിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ഇത് ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അത് ചർച്ച ചെയ്തുകൊണ്ടാണ് തീരുമാനിക്കുക. ഇന്ന് രാവിലെ ഒരു പ്രാഥമിക ചർച്ച നടന്നിരുന്നു. ആ പ്രാഥമിക ചർച്ചയിൽ പ്രാഥമികമായിട്ട് ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുമായിട്ട് പ്രധാനമന്ത്രി കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം എന്ന് തന്നെയാണ്. അത് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ട് എല്ലാ എംപിമാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരുമായിട്ട് കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യം പ്രധാനമന്ത്രി വിശദീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ സഭാ നേതാക്കളെ മാത്രം വിളിച്ചിരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ കോവിഡിന്റെ കാര്യങ്ങൾ പറയുകയല്ല എന്നതാണ് നിലവിൽ കൈക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനം. ഇത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ഒരു ചർച്ച കൂടി നടത്തിയ ശേഷം കൃത്യമായി തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്യും. ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ നിലവിലത്തെ സാഹചര്യത്തിൽ കോവിഡ് വലിയ പ്രതിസന്ധി തന്നെയാണ്. അത് കോവിഡ് സാഹചര്യം മറികടക്കുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ, ഇത് വിശദീകരണം നൽകുമ്പോൾ അതിൽ അഭിപ്രായം പറയാൻ ഓരോ എംപിമാർക്കും അവരുടേതായിട്ടുള്ള അവകാശമുണ്ട് എന്നതാണ് ഇതിനോടകം തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യം രാജ്യസഭ പ്രതിപക്ഷ കക്ഷി നേതാവായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെ അല്പം മുന്നേ വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന പ്രധാനമന്ത്രിയുടെ ചർച്ച ബഹിഷ്കരിക്കണമോ എന്ന കാര്യത്തിലാണ് ഇനിയൊരു തീരുമാനം കൈക്കൊള്ളേണ്ടത്. കാരണം ഇപ്പോൾ പെഗാസസ് വിഷയത്തിൽ പ്രധാനമന്ത്രി ഒരു മറുപടി പറയണമെന്ന ഒരു ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ സഭയിൽ അത്തരമൊരു മറുപടി പറയാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് നടക്കുന്ന യോഗം ബഹിഷ്കരിക്കുക എന്ന നിലപാടിലേക്കായിരിക്കും പ്രതിപക്ഷം അംഗങ്ങൾ പോവുക. നീലിമ, അല്പസമയം മുമ്പ് പാർലമെന്റ് സമ്മേളനത്തിന്റെ 2ാം ദിനം തുടങ്ങുന്നതിന് മുന്നോടിയായി BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം അവിടെ ചേർന്നിരുന്നു. അതിൽ പ്രധാനമന്ത്രി എംപിമാരോട് പറഞ്ഞത് കോൺഗ്രസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ദുഷ്പ്രചരണമാണ് നടത്തുന്നത്. ഇന്നലെ അമിത്ഷാ പറഞ്ഞതിൻ്റെ തനി ആവർത്തനം മാത്രമാണ് ഇന്നത്തെ BJP പാർലമെന്ററി പാർട്ടി യോഗത്തിലും പ്രധാനമന്ത്രി നടത്തിയത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഏറ്റവും വലിയ ആവശ്യം പ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നാണ്. ഈ കാര്യത്തിൽ ഒരു മറുപടി പ്രതീക്ഷിക്കാൻ വകയുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ വിഷ്ണു? നീലിമ, നിലവിലത്തെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഒരു മറുപടി പറയുന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. പകരം IT മന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നപ്പോൾ അതിൽ പ്രധാനമന്ത്രി യോഗത്തിൽ മറ്റ് എംപിമാരോട്, BJPയുടെ എംപിമാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് പെഗാസസ് എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുഷ്പ്രചരണമാണ്. ഇനി ആ തരത്തിലായിരിക്കണം ഈ ആരോപണങ്ങളെയൊക്കെ പ്രതിരോധിക്കേണ്ടത് എന്ന് തന്നെയാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് രാജ്യസഭയിൽ IT മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഒരു പ്രസ്താവന IT മന്ത്രി അശ്വിനി വൈഷ്ണവ് നടത്തിയിരുന്നു. പക്ഷേ അപ്പോൾ പോലും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇപ്പോഴത്തെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇന്ത്യ വാങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിലും IT മന്ത്രി തയ്യാറായിട്ടില്ല. ഇന്ന് രാജ്യസഭയിൽ പ്രസ്താവന നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രസ്താവനയിലും ഇത്തരമൊരു നിലപാട്, അതായത് പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇന്ത്യ വാങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്ന് നമുക്ക് ഇപ്പോഴും സംശയം തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ്
IT മന്ത്രിയല്ല മറുപടി പറയേണ്ടത്. പകരം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി തന്നെയാണ് ഒരു നിലപാട് വ്യക്തമാക്കേണ്ടത് എന്ന പ്രതിപക്ഷം അവരുടെ ആവശ്യം ശക്തമാക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഇനിയിപ്പോൾ 12 മണിക്കാണ് രാജ്യസഭ വീണ്ടും പുനരാരംഭിക്കുക. രാജ്യസഭ പുനരാരംഭിക്കുമ്പോഴും ഇന്ന് രാവിലെ നമ്മൾ കണ്ടതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്യസഭയിൽ വീണ്ടും അരങ്ങേറും. നീലിമ.